ഏലപ്പാറ ഹെലിബറിയ ശാന്തിപാലം മ്ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 4 ദിവസം പിന്നിട്ടു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായ തടസ്സവാദത്താൽ റോഡ് നിർമ്മാണം വീണ്ടും തടസ്സപ്പെട്ടതോടെയാണ് സമരവുമായി സമരസമിതി രംഗത്ത് വന്നത്. ജനപ്രതിനിധികളുടെ അടക്കം ശ്രദ്ധ സമരത്തിന്മേൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും സമരസമിതി ഉന്നയിച്ചു. റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാൻ നടപടി വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്നു വരികയാണ്. സമരത്തിന് ജനപിന്തുണ ഏറിവരുന്നുമുണ്ട്. എന്നാൽ ജനപ്രതിനിധികളോ മറ്റ് ബന്ധപ്പെട്ടവരോ സമരപ്പന്തൽ സന്ദർശിക്കുകയോ തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കിത്തരികയോ ചെയ്തില്ലെന്ന പരാതിയും ശക്തമാണ്. സമരസമിതി കൺവീനർ നിബു ജോണാണ് 4 ദിവസമായി നിരാഹാരം തുടരുന്നത്. കഴിഞ്ഞ ദിവസം പീരുമേട് താലൂക്ക് ആശുപത്രി അധികൃതർ സ്ഥലത്തെത്തി നിബുവിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇതിനകത്ത് പങ്കാളികളായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും തന്നെ ഇതിനകത്ത് പങ്കാളികളായിട്ടില്ല. ഇപ്പോഴും നിലവിൽ കമ്പനിയുടെ സ്റ്റോപ്പ് മെമ്മോ, കമ്പനി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുകയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തൊരു ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നു. കമ്പനി അനുവദിച്ചിട്ടുണ്ടല്ലോ, കമ്പനിയും പറയുന്നു ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് പണിയാത്തതെന്ന് പറഞ്ഞത്. ഞങ്ങളെ ആയിട്ട് ഇന്നും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് കമ്പനി തന്ന പരാതി പിൻവലിച്ചിട്ടില്ല. ആ കാര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റോപ്പ് പിൻവലിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഇവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചിട്ടുണ്ട്. MLA കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അറിഞ്ഞില്ല എന്നും ബന്ധപ്പെട്ട കളക്ടറുടെ ഭാഗത്തു നിന്ന് നടപടി ഇതിലുണ്ടായി. ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറൊക്കെ ഇവിടെ വന്ന് പരിശോധനയ്ക്കാണ് നടപടി ആയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നിലവിൽ റോഡ് നിർമ്മാണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ തടസ്സവാദമാണ് വിഷയം. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇമെയിൽ മുഖാന്തരം റോഡ് നിർമ്മാണത്തിന് അനുമതി ചീഫ് എഞ്ചിനീയർക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് ചീഫ് എഞ്ചിനീയർ പരിഗണിച്ചിട്ടില്ല. ഇതോടെ സമരം തുടരുകയാണ്. അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിനിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില പ്രചരണങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്ന് മേഖലയിൽ ഉണ്ടാകുന്നതായും സമരസമിതി ആരോപിച്ചു.